മണിയൂർ കാരുണ്യം പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിൽ ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച ഫിസിയോതെറാപ്പി ക്ലിനിക്ക് KP കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ MLA നാടിന് സമർപ്പിച്ചു. പാലിയേറ്റീവ് പ്രവർത്തനം വ്യാപകമാക്കി കൊണ്ടുപോകാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ആദ്യമായി 2008 ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് നയം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് ബഹുമാന്യനായ VS മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ. അതിനുശേഷം ഇപ്പോൾ ആ പെയിൻ ആൻഡ് പാലിയേറ്റീവ് നയം വിപുലീകരിച്ചുകൊണ്ട് കിടപ്പിലായ മുഴുവൻ രോഗികൾക്കും പരിചരണം കിട്ടുമെന്ന് ഉറപ്പാക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സ്വകാര്യ സംരംഭമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലും എല്ലാം ഈ സംരംഭമുണ്ട്. അതിനെയെല്ലാം കോർഡിനേറ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത മുഴുവൻ കിടപ്പ് രോഗികൾക്കും പരിചരണം കിട്ടണം എന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഇവിടെ ഫിസിയോതെറാപ്പി സെൻറ്റർ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. കാരണം പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ക്ലിനിക്കിൽ പോയി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക ബാധ്യതയാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ദിവസവും ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഭാഗമായി ഫിസിയോതെറാപ്പി ചെയ്യാത്ത എത്രയോ രോഗികൾ നമ്മുടെ ചുറ്റുമുണ്ട്. ആദ്യം കുറേ ദിവസങ്ങളിലൊക്കെ ചെയ്തു. പക്ഷെ സ്ഥിരമായി ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഒരു മാറ്റം ശാരീരിക ക്ഷമതയിൽ ഉണ്ടാകൂ എന്നറിയാം. പക്ഷെ കയ്യിൽ കാശില്ല. വലിയ കാശ് കൊടുത്ത് എല്ലാ ദിവസവും ചെയ്യാൻ കഴിയാത്തവർ ഉണ്ട്. അവർക്കൊരു അനുഗ്രഹമാണിത്. ചടങ്ങിൽ കാരുണ്യം വെബ്സൈറ്റ് ഉദ്ഘാടനം മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിൻഷ കെയും ക്ലിനിക്ക് സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പ്രോഗ്രാം ഉദ്ഘാടനം തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK അഷ്റഫും നിർവഹിച്ചു. യോഗത്തിൽ വാർഡ് മെമ്പർ MP അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കാരുണ്യം സെക്രട്ടറി MP അബ്ദുൾ റഷീദ് സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷഹബത്ത് ജൂന, TN മനോജ്, മധുസൂദനൻ മൈക്കോത്ത്, PV സുരേന്ദ്രൻ, അർജുൻ DS, TT മൊയ്തു മാസ്റ്റർ, സബീഷ് P, വിഷ്ണുദാസ്, സജ്ന LD, സുനിൽ മുതുവന, മനു അയനിപ്പ എന്നിവർ സംസാരിച്ചു.